അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് ഭാര്യ സഹോദരൻ്റെ വിവാഹമായിരുന്നു. ഒരു 6-7 വർഷമായി വിവാഹാലോചനകൾ പലതും ആലോചിച്ചിരുന്നെങ്കിലും ഉയരക്കുറവ് മൂലവും ജോലി ഹൈദരാബാദിലായിരുന്നതിൻ്റെ പേരിലും കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതിൻ്റെ പേരിലും വിവാഹങ്ങൾ എല്ലാം മുടങ്ങിക്കൊണ്ടിരുന്നു. ഹൈദരാബാദിൽ ജോലിയായിരുന്ന ആൾക്ക് കൊച്ചിയിൽ കാക്കനാടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച് ജോലി അടുത്തായി കിട്ടുവാനും യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി ഒരു വാഹനം വാങ്ങി യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാനും അമ്മ അയാളെ അനുഗ്രഹിച്ചു. തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വിവാഹം നടക്കാതെ വന്ന സമയത്ത് അതിൽ നിന്നും ആരോഗ്യ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉടമ്പടി തേനും തൈലവുമെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് മൂലം ആൾക്ക് രോഗസൗഖ്യം. തുടർന്ന് ഒരു CSI വിഭാഗത്തിൽ നിന്ന് ഒരാലോചന വരികയും ആ നല്ലൊരു പെൺകുട്ടിയെ നമ്മുടെ ലത്തീൻ സമുദായത്തിലേക്ക് ചേർത്ത് വിവാഹം 2020 സെപ്റ്റംബർ 3 കോവിഡ് മൂലം ദേവാലയങ്ങളും മറ്റു ശുശ്രൂഷകളെല്ലാം കുറച്ചിരുന്ന അവസരത്തിൽ യാതൊരു പ്രശ്നങ്ങളോ രോഗബാധകളോ മറ്റു തടസ്സങ്ങളോ കൂടാതെ വിവാഹം വളരെ ഭംഗിയായി നടക്കുവാൻ അമ്മ വഴി തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. മറ്റൊന്ന്, ഭാര്യയുടെ ചെവിയിൽ ഒരു സുഷിരം, തുടർന്ന് അതിൽ പഴുപ്പും വരുമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നതിൻ്റെ ഫലമായി ആ സുഷിരം പൂർണ്ണമായി അടഞ്ഞില്ല എങ്കിൽ കൂടിയും പഴുപ്പും മറ്റു വേദനകളും എല്ലാം നീക്കി അമ്മ മാതാവ് ഭാര്യയ്ക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇയാൾക്ക് അസ്ഥി സംബന്ധമായും കുറച്ച് രോഗപീഠകളുണ്ടായിരുന്നു. എക്സ്റേ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരാളുടെ എക്സ്റേ അല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ആ എക്സ്റേ കണ്ടു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഉടനടി അപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് എക്സ്റേ കാണുന്നത്. എന്നാൽ ഇപ്പോൾ എക്സ്റേ എടുത്ത് ഇത് പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി ഈ അവസ്ഥ വരെയും ഓപ്പറേഷനൊന്നും കൂടാതെ ആളെ നടക്കുവാൻ, കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അമ്മ മാതാവ് അയാൾക്ക് തുണ നൽകി. 2 വർഷം മുന്നേ സാക്ഷ്യം പറയാനായിട്ട് വന്നായിരുന്നു. ആ സമയത്ത് മാതാവ് ഏറെക്കുറെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വാരിക്കൊരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ ഞങ്ങളുടെ ആ സാക്ഷ്യങ്ങൾക്ക് അത്ര പവർ കുറവാണെന്ന് കണ്ട് അന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. പിന്നീട് കോവിഡും മറ്റു കാര്യങ്ങളുമായി ഇതിനെ കുറച്ച് കാലതാമസം നേരിട്ടു. എന്നിരുന്നാലും ഇപ്പോൾ ഇയാൾ തരിൽ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധമൈക്കും